ശങ്കര ഭഗവത്പാദർ അദ്വൈത മതസ്ഥാപകനാണ് എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ആലോചിക്കപ്പെടണം. ശങ്കരാചാര്യരാണ് അദ്വൈത ചിന്ത ആദ്യമായി ഉരുത്തിരിച്ചെടുത്തത് എന്നതല്ല, ശരിയായ വേദത്തിൻ്റെ താൽപ്പര്യത്തെ വിചാരം ചെയ്യുമ്പോൾ അത് അദ്വൈതമായിരിക്കും എന്ന് ഭഗവത്പാദർക്ക് മുൻപും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ വന്ന ഒരു കാലത്ത് സമഗ്രമായി ശാസ്ത്രീയമായി യുക്തി അധിഷ്ഠിതമായി ഇത് സ്ഥാപിച്ച വേദാന്ത കേസരിയാണ് ശങ്കര ഭഗവത്പാദർ. ഇപ്രകാരം ശ്രീമദ് ശങ്കര ഭഗവത്പാദർ നടത്തിയ സാമാജികവും സാംസ്കാരികവും ആധ്യാത്മികവുമായ ഇടപെടലിൻ്റെ ഇൻ്റർവെൻഷൻസ്, അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ ഉത്സാഹിക്കുന്നത് ഭഗവത്പാദരോട് കാണിക്കുന്ന വലിയ ഒരു ആദരവായിരിക്കും. മനസ്സിലാക്കിയ കാര്യങ്ങൾ വരും തലമുറയ്ക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗുരുദക്ഷിണയും ആയിരിക്കും. ആ നിലയിൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധയുണ്ടാവട്ടെ, താല്പര്യമുണ്ടാവട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുന്നു. ഇവിടെ ഭഗവത്പാദരാൽ വിരചിതമായ ഒരു ഗ്രന്ഥം വിചാരം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്കിപ്പോൾ കടക്കുന്നില്ല. ശിവമാനസ പൂജ എന്ന ഒരു ലഘുകൃതിയാണ് വിചാരം ചെയ്യുന്നത്. ലഘുകൃതി എന്ന് വിശേഷിപ്പിച്ചതിന് കാരണം ശ്ലോകങ്ങളുടെ എണ്ണം പരിഗണിച്ചാണ്. സാരം ചിന്തിക്കുമ്പോൾ എത്ര വേണമെങ്കിലും ബൃഹത്താണ് എന്ന് വ്യാഖ്യാനിക്കാം. ഒരു വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നു. എന്താ കോൺട്രഡിക്ഷൻ? അദ്വൈത മതസ്ഥാപകനെന്ന് പുകൾപെറ്റ ഒരു ആചാര്യൻ പൂജ നിർദ്ദേശിക്കുമോ? ശങ്കര ഭഗവത്പാദരുടെ സംഭാവനകളെ സമഗ്രമായി അറിയുന്നവർക്ക് ഈ ചോദ്യം ഉണ്ടാവില്ല. എല്ലാവരും മെയിൻ ഗേറ്റിലൂടെ തന്നെ കയറിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെ നടക്കുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്, അതിൽ കൂടി അകത്ത് കയറി. ഒരാളെ ആകർഷിച്ചത് അദ്വൈതം, ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന നിലയിലാവേ ഒരാൾ പ്രവേശിച്ചു ഭഗവത്പാദരുടെ രണ്ടൊന്നില്ല എന്ന വസ്തുത ഭംഗിയായി പ്രകാശിപ്പിച്ചതിൻ്റെ പാഠങ്ങളൊക്കെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ശിവമാനസ പൂജ ചർച്ച വരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഇദ്ദേഹം കൺഫ്യൂസ്ഡ് ആവും. ഇതിൻ്റെ
ലളിതമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പൂജ എന്ന് പറയുമ്പോഴേക്കും അവിടെ പൂജകൻ, പൂജ ചെയ്യുന്ന ആൾ, പൂജ്യം, പൂജിക്കപ്പെടേണ്ടത്, പൂജ ആക്ട് ഓഫ് വർഷിപ്പ്. സോ വർഷിപ്പർ, തിങ് ടു ബി വർഷിപ്ഡ് ആൻഡ് ദി ആക്ട് ഓഫ് വർഷിപ്പ്. ഈ 3 ഘടകങ്ങൾ സാങ്കേതികമായി ത്രിപുടി എന്ന് പറയും. ത്രിപുടി ഉണ്ട്. ദ്വൈതത്തിൽ എങ്ങനെ ഇത് അദ്വൈതത്തിൽ ഇതെങ്ങനെ സംഭാവ്യമാവും, അനുവദനീയമാവും? ഈ ചോദ്യം വരും. പറഞ്ഞതുപോലെ സമഗ്രമായി അറിഞ്ഞിട്ടുള്ളവർക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ടെമ്പിളിലൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് മുഖ്യദ്വാരമുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് കയറി അകത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന സമ്പ്രദായം ഉണ്ട്. ഇതുപോലെ അദ്വൈത ചിന്ത എന്ന ഒരു കവാടത്തിലൂടെ അകത്ത് കടന്നു. അവിടെ ശങ്കരാചാര്യരുടെ ആ ഒരു ധിഷണാശക്തിയെ വളരെ ആദരവോടുകൂടി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ശിവമാനസ പൂജ കടന്നു വരുന്നത്. ബുദ്ധിമുട്ടാവും. ഇതാണ് ചർച്ചാ വിഷയം. അദ്വൈതത്തിൽ എങ്ങനെ ദ്വൈതം വരണു? അദ്വൈതം എന്നുള്ള പ്രയോഗത്തെ തന്നെ ഉണ്ടല്ലോ. ഏകം എന്നല്ല പറഞ്ഞത്, അദ്വൈതം എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ തന്നെ ഉണ്ട് ഒരു റെലവൻസ് ഓഫ് ദ്വൈതം അല്ലേ? അത് വലിയൊരു ചർച്ചാ വിഷയമാണ്. നമുക്കിവിടെ ആവശ്യത്തിന് മാത്രം പരിഗണിച്ച് പരിഹരിക്കാം. ശങ്കരാചാര്യർ അഭിസംബോധന ചെയ്യുന്നത് ധിഷണയുടെ ഉത്തുംഗ ശൃംഗത്തിൽ, ബൗദ്ധിക ശേഷിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ആളുകളെ മാത്രമല്ല, എല്ലാ മേഖലകളിൽ നിന്നും ഉയരാൻ തത്പരരായവരെ കൈപിടിച്ചുയർത്താൻ അഹേതുക ദയാസിന്ധുവായ ആചാര്യസ്വാമികൾ തയ്യാറാവുന്നു. എവിടെ നിൽക്കുന്നെങ്കിലും ശരി. അപ്പോൾ പല വിഷയങ്ങൾ അവതരിപ്പിച്ചത് വ്യത്യസ്ത അധികാരികളെ ഉദ്ദേശിച്ചാണ് എന്ന് ഒരു ഉത്തരം. വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് കൊള്ളാം. ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കലികാലത്തിൽ നാരായണ നാമജപമല്ലാതെ വേറൊരു ആലംബനം രക്ഷ ഇല്ല. പ്രയോഗത്തിൻ്റെ സാരം എന്താണ്? വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് പഠിക്കേണ്ട, ഭഗവത്ഗീത പഠിക്കേണ്ട എന്നൊക്കെ ചിലപ്പോൾ ഈ പ്രയോഗത്തെ പുരസ്കരിച്ച ആളുകൾ വാദിച്ചു കളയും. കാരണം ഇത് കലികാലാണ്, ഉപനിഷത്തൊന്നും യോജിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ വാദിച്ചു കളയും. ഇവിടെ ഒരു വ്യാഖ്യാനമുള്ളത്, കലികാലം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു കാലസവിശേഷതയെക്കുറിച്ചല്ല, പിന്നെയോ മനസ്സിൻ്റെ ഭാവമാണ്, മനസ്സിലാണ് യുഗങ്ങൾ. അങ്ങനെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ സൂചനയുണ്ട് താനും. ആ വസ്തുതയെ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സാകെ കലുഷിതമായിരിക്കുന്ന സമയത്ത് നാരായണ നാമജപം മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത് സൂചിപ്പിച്ചത് വ്യത്യസ്ത ബൗദ്ധിക മേഖലകളിൽ സാധനയുടെ തലങ്ങളിൽ വർത്തിക്കുന്ന എല്ലാവരെയും ഉദ്ധരിക്കാൻ ഭഗവത്പാദർ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് ഒരു വശത്ത് അദ്വൈത ചിന്തയുടെ കറകളഞ്ഞ ചർച്ചയും മറുവശത്ത് ശിവമാനസ പൂജയും. രണ്ടാമത് ധിഷണാശക്തി വളരെ മേൽ പ്രകാശിതനായ ഒരാൾക്ക് പോലും ചിലപ്പോൾ വൈകാരികമായ ഒരു വിക്ഷുബ്ധിയിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ഉയർന്നു വരണമെങ്കിൽ
ആലംബനം വേണ്ടേ? ഇങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ഏതായാലും ഭഗവത്പാദരുടെ കാരുണ്യമായി എണ്ണിയാൽ മതി എല്ലാ സ്തോത്രകൃതികളും, അതുപോലെ തന്നെ പൂജാ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും. സപര്യാഹൃദയം എന്നിങ്ങനെ എങ്ങനെ പൂജ ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളിലും ഭഗവത്പാദർ നന്നായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചില പൊതുവസ്തുതകൾ പൂജ എന്ന ചടങ്ങിനെ പുരസ്കരിച്ച് ഏവർക്കും അറിയുന്നതാണെങ്കിലും ഈ ഒരു ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഓടിച്ച് കാണാം ഒരു ചെറിയൊരു എത്തിനോട്ടം. അതിനുശേഷം ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. പൂജ എന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പ്രേമാദരം പ്രകാശിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്. ലവ് ആൻഡ് റെസ്പെക്റ്റ്, ഇത് പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ് പൂജ. പൂജ രണ്ട് പ്രകാരത്തിൽ ചെയ്യാം അഥവാ ചെയ്തു വരുന്നു എന്ന് നമുക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാവും. ഒന്ന്, ആഴത്തിലുള്ള ഭാവനാസമ്പന്നതയോടെ, അറിവും ഭാവനയുമൊക്കെ വളരെ സമ്പന്നമായി അങ്ങനെ ചെയ്യാം. മറ്റൊന്ന് വെറും മെക്കാനിക്കലായിട്ട്. ഇതിൽ രണ്ടാമത് പറഞ്ഞത് സംഭാവ്യമാണോ എന്ന് ചോദിച്ചാൽ പലരുടെയും കാര്യത്തിൽ ഇതുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പരമ്പരാഗതമായി തറവാട്ടിൽ കുടുംബത്തിലൊക്കെ പൂജാ സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുന്നവരിൽ ഭാവനാസമ്പന്നത അത്രമേൽ പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം അതിനുള്ള ഒരു അറിവോ അന്നലയിലുള്ള ഒരു പങ്കുവയ്ക്കലോ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവില്ല. പിന്നെ എത്രയോ കാലമായിട്ട് നടന്നു വരുന്നത്, അതൊന്നും മുടക്കണ്ട എന്നുള്ള നിലയിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഇനി പല പ്രശ്നങ്ങളാൽ വ്യഥിതരായിട്ടുള്ള ഒരാൾ ആചാര്യനെ സമീപിച്ചാൽ ഒരുപക്ഷെ പൂജ ചെയ്യൂ എന്ന് ഉപദേശിക്കും. അവിടെ അറിവിൻ്റെയും ഭാവനയുടെയും സമ്പന്നത ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആചാര്യനിലുള്ള ശ്രദ്ധ കൊണ്ട്, വിശ്വാസം കൊണ്ട് ഇത് പരിഹാരമാവുമായിരിക്കും, എന്നാൽ അത് ചെയ്യാം എന്ന നിലയിൽ എഴുതി വെച്ചതൊക്കെ എടുത്ത് നോക്കി ഇനിയിപ്പോൾ എന്താ വേണ്ടത്, കുറച്ച് വെള്ളം, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത്. അവിടെയും മെക്കാനിക്കലാണ്. ഈ വിഷയത്തിൽ ആചാര്യന്മാർ ഫോർ യുവർ ഇൻഫോർമേഷൻ എന്നൊക്കെ പറയില്ലേ, ആ നിലയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞതുപോലെ ഒരു പൂജയും ഒരു ഏർപ്പാടും ഇല്ലെങ്കിൽ യാന്ത്രികമായിട്ടാണെങ്കിൽ യാന്ത്രികമായിട്ട് നടന്നോട്ടെ. കാരണം ഒരു ഡെയിലി റുട്ടീനാക്കിയാൽ കൃത്യസമയത്ത് കൃത്യമായി ഇത് കുറച്ച് കാലം ചെയ്തു വന്നാൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് പ്രത്യേക പ്രകാരത്തിലുള്ള പക്വത പകരും, ഭാവന ഉണരും, അത് പൂജയെ അനുഗമിച്ചു തുടങ്ങും. ഇപ്പം പൂജ എന്ന് പറഞ്ഞാൽ പ്രേമാദരം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്. പക്ഷേ ചിലരെങ്കിലും യാന്ത്രികമായി ഇത് ചെയ്തു വരുന്നുണ്ടാവും. അവരും നിരാശപ്പെടേണ്ട, തുടരൂ. പക്ഷേ പൂജയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയാൻ ലഭിക്കുന്ന അവസരങ്ങളും കൂടി പ്രയോജനപ്പെടുത്തണം. അപ്പോഴേ വളർച്ച ഉണ്ടാവുള്ളേ. പക്വത ഉണ്ടാവും, പക്ഷേ പക്വതയ്ക്കനുസരിച്ച് അറിവ് നേടാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലോ അത് ബുദ്ധിമുട്ടാവും. ഇനി യാന്ത്രികമായി ചെയ്യുന്നിടത്ത് ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ഭാവനയുടെ വിഷയത്തിലും കൂടി ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഒരാൾ പൂജ ഭാവനയോടെ ചെയ്യുന്നു, വെരി ഗുഡ്. പക്ഷേ എന്ത് ഭാവനയോടെ, ഏത് ഭാവനയോടെ, അങ്ങനെ ഒരു ചോദ്യം കൂടി പ്രസക്തമാണ്.
ഇവിടെ പ്രേമാദരം ആവണമെന്നില്ല എന്നൊരു അപകടമുണ്ട്. പിന്നെയോ ഭയവും ആവാം. ഇപ്പം ഭാവന ഉള്ള പൂജയിൽ തന്നെയും പ്രേമാദര പ്രകടനം ഉണ്ടാവാം, മറുവശത്ത് ഭയവും ഉണ്ടാവാം. ഒരു സർവേ ഈ വിഷയത്തിൽ നടത്തി നോക്കിയാൽ എന്താ അഭിപ്രായം? ഭയം കൊണ്ട് പൂജ ചെയ്യുന്നവരാണോ കൂടുതൽ, അഥവാ ഭഗവാനോടുള്ള പ്രേമാദര പ്രമാണിച്ച് പൂജ ചെയ്യുന്നവരാണോ കൂടുതൽ? ഇവിടെ ഒരു അടിയന്തര ഇടപെടൽ ഇക്കാലത്ത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ശരിക്കും പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഭഗവാനോടുള്ള പ്രേമാദര പ്രകടനമായി വേണം പൂജ ചെയ്യാൻ. മറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതിൻ്റെ പേരിൽ ഭഗവാൻ പിണങ്ങണമുകൊണ്ടാണ് പ്രശ്നം, അതുകൊണ്ട് പ്രസാദിപ്പിക്കണം, ഇല്ലെങ്കിൽ ശാപമാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലോ എഗെയിൻ സംതിങ് ഈസ് ബെറ്റർ. ഏതെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡിലെങ്കിലും ചെയ്തു തുടങ്ങൂ സാർ, ക്രമേണ നേരെയാക്കാം. പക്ഷെ നേരെയാക്കാനുള്ള ഇടപെടൽ പലയിടത്തും നടക്കണില്ല. അതുകൊണ്ട് ഈ പുഷ്പാർച്ചന, വിളക്ക് പൂജ എന്നുള്ള പേരിലൊക്കെ പ്രചാരത്തിലുള്ള പൂജകളൊക്കെ നടത്താൻ പലപ്പോഴും സങ്കോചം തോന്നും. എന്താ കാരണം? ഈ പൂജ കഴിയുമ്പോഴേക്കും പൂജ ചെയ്തവർക്കൊക്കെ വലിയൊരു സംതൃപ്തി ഉണ്ടാവുക, ഇതാണല്ലോ ലക്ഷ്യം. ആകെ ഒരു ശാന്തി ഉണ്ടാവുക, ഇതാണ് ലക്ഷ്യം. പക്ഷേ പൂജ ചെയ്തത് പ്രമാണിച്ച് പരിഭ്രമം കൂടി. കാരണം എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ശരി, പുഷ്പം അർച്ചിക്കുമ്പോഴേ ഇത് നേരെ ചെന്ന് വിളക്കിൻ്റെ നാളത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അത് വീണാ പോയി, എന്താ കാര്യം, എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓം വിഷ്ണവേ നമഃ, ഓം വഷട്കാരായ നമഃ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയ്യടാ കർപ്പൂരം എടുത്തില്ല, മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ പരിഭ്രമങ്ങൾക്ക് പലപ്പോഴും പൂജ വഴിമാറി കൊടുക്കാറുണ്ട്. അതിന് കാരണം അതിൻ്റെ പിറകിൽ പ്രേമാദരത്തിന് പകരം വേറെ ചില വികാരങ്ങളാണ്. ആ സമയത്ത് നമ്മൾ ചടങ്ങുകളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ താല്പര്യം എടുക്കും. കാരണം തെറ്റിയ ഭഗവാൻ പിണങ്ങുകയും, ഭഗവാനാണെങ്കിലോ സർവാധീശൻ ഇരിക്കുകയല്ലേ, എവിടെ എന്താ കാണുന്നത് വെച്ചാൽ ശിക്ഷിക്കാൻ വേണ്ടി. ഈ നിലയിൽ മനസ്സിലാക്കപ്പെടുമ്പോൾ പ്രയാസം ഉണ്ടാവുന്നർത്ഥം. ഭയം. ഇവിടെ ശബരി മാതാവിൻ്റെയൊക്കെ നിസ്സങ്കോചത അല്ലേ, അതൊക്കെ ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. ആ വസ്തുതകളൊക്കെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് പറയുക. അവിടെ അമ്മ ഭഗവാന് നിവേദിക്കുന്ന സമയത്ത് അതിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ചൊന്നും വ്യാകുലപ്പെട്ടിട്ടേ ഇല്ല. നമ്മൾ കേട്ടത് എന്താണ്? പലപ്പോഴും പഴങ്ങളൊക്കെ കടിച്ചു നോക്കിയിട്ടാണ് ഭഗവാന് നിവേദിച്ചതെന്നും ഒരു ഘട്ടത്തിൽ ഈ ഭക്തിയുടെ ആവേശത്തിൽ കൊടുത്തു തന്നെ ഇല്ല, ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അങ്ങോട്ട് കഴിച്ചു എന്നാ, മനസ്സിലായില്ലേ? അപ്പം ആ നിലയിലുള്ള ഈ ഭക്തിയുടെ ഒരു തരം ധനാത്മകമായ ഉന്മാദം, ഒരു ലഹരി, അതിൽ ആ ഒരു സമർപ്പണത്തിൻ്റെ നിർവൃതി നുകരാൻ സാധിക്കുക, അതാണ് ലക്ഷ്യം ഇടേണ്ടതെന്ന് ഓർമ്മ വയ്ക്കാം. പൂജാകർമ്മത്തിലെ ത്രിപുടിയെക്കുറിച്ച് പറഞ്ഞു. പൂജാർഹനായിട്ടുള്ള ഒരു ഘടകമുണ്ട്, പൂജാർഹമായ ഘടകം, പൂജ ചെയ്യുന്ന ആൾ, പിന്നെ പൂജ എന്ന പ്രക്രിയ. ഈ വിഷയത്തിൽ ഏതാനും വസ്തുതകൾ കണ്ട് മുന്നോട്ട് പോവാം. ആരെയാണ് നാം പൂജിക്കുക? പൂജാർഹനെയാണ് പൂജിക്കുക. ആർക്കാ നമ്മുടെ പൂജയ്ക്ക് പൂജ ഏറ്റുവാങ്ങുന്നതിന് അർഹത ഉണ്ടാവുക? നാം ആദരിക്കുന്ന ഒരു വസ്തുതയ്ക്കാണ്, അല്ലെങ്കിൽ മൂർത്തി വിശേഷത്തിനാണ്. എപ്പോഴാണ് നമുക്ക് ആദരം തോന്നുക? നാം വില കൽപ്പിക്കുന്ന
എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ അവിടെ നമുക്ക് അസൂയയോ ആദരവോ തോന്നാം.